ഓർഗനൈസേഷണൽ ബിഹേവിയറാണ് പഠിക്കുന്നത്. കൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, അതായത് സൈക്കോളജി. നമ്മളിതിനകത്ത് 8ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായിട്ട് എന്താണ് ഓർഗനൈസേഷൻ, അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്താണ്, സൈക്കോളജി ഓർഗനൈസേഷൻ ഇൻഡസ്ട്രിയിലും വ്യവസായ മേഖലയിലും അതിനുള്ള ഗ്രൂപ്പുകളിലും എന്താണ്, സൈക്കോളജിയുടെ ആവശ്യം എന്താണ്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന്, അവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ വ്യവസായത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സൈക്കോളജിക്കലായിട്ട് നമുക്ക് എങ്ങനെ സമീപനം വേണം. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് എന്താണ് ഇൻഡസ്ട്രി, ഒരു വ്യവസായ മേഖല എന്താണ്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ കൾച്ചർ എന്താണ്, അവിടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യം എന്താണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു. ഓർഗനൈസേഷൻ എന്താണ്, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്താണ്, അതിനകത്ത് സൈക്കോളജിയുടെ ആവശ്യകതകൾ എന്താണ്, അതിന് ഓരോ കാര്യമുണ്ട്. ഡെവലപ്മെൻറ്റിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയുണ്ട്, അതിനകത്തുണ്ടാകുന്ന എന്തൊക്കെ ബന്ധങ്ങളാണ് അതിനകത്ത് ഓരോ വ്യക്തികൾ തമ്മിലുള്ളത്, ഓർഗനൈസേഷനും അല്ലെങ്കിൽ വ്യവസായവും അതിനകത്തുള്ള യൂണിയനുകൾ തമ്മിൽ എന്താണ്, ഓരോ വ്യക്തികളുടെ വളർച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റ് ഏത് രീതിയിലായിരിക്കണം, അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം. ഇവിടെയെല്ലാം സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ആവശ്യകത എന്താണ്. അപ്പം ഓർഗനൈസേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗോൾ, പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരെണ്ണത്തെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ 2ഓ അതിലധികമോ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു ഗോള് സെറ്റ് ചെയ്ത് വെക്കുക. ആ ഗോള് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്തുള്ള ആൾക്കാരെങ്ങനെയൊക്കെയാണ്, ഓരോ വ്യക്തികൾ എങ്ങനെ ഇതുമായിട്ട് പെരുമാറുന്നു, ഓരോ വ്യക്തികളുടെ മാനസികമായ ആരോഗ്യ നില എന്താണ്. കാരണം വളരെ ഒരു വ്യവസായ മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് അതിനകത്തുള്ള വ്യക്തികളെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പം വ്യക്തികൾ എവിടെ കൂടുന്നു അവിടെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിന് ഓർഗനൈസേഷനായിട്ട് മാറും. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ മാനസികാവസ്ഥ എന്താണ്, അവർ എങ്ങനെ പെരുമാറുന്നുണ്ട്, ഇവിടെ ഓരോ വ്യക്തികളെയും എങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നു. പല വ്യത്യസ്തമായ ആൾക്കാർ ചേർന്നിട്ടാണ് ഓർഗനൈസേഷൻ നടത്തുക. പല ആൾക്കാർ പല ബന്ധങ്ങളിൽ നിന്നുള്ള പല പേഴ്സണാലിറ്റി, വ്യക്തിത്വമുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് നടത്തുന്നത്. ഓരോ ഓർഗനൈസേഷനകത്തും ഒരു ഇൻഡസ്ട്രിക്കകത്തും അതിൽ ലക്ഷ്യമനുസരിച്ച് ഓരോരുത്തരെയും കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ ഓർഗനൈസേഷനിൽ ചേരുമ്പോൾ ആ ഓർഗനൈസേഷനുമായിട്ട് അവർ ചേരണം, ജെല്ലി ചെയ്യണം. ചില ആൾക്കാർ അധികമായിട്ട് ചേരാതെ വരും, എന്ന് വിട്ടുപോകും. ഓർഗനൈസേഷനെ സംബന്ധിച്ചും തുടർച്ചയായി അതിനകത്ത് ജോലിക്കാർ വിട്ടുപോവുക എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇനി അഥവാ ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അവർ വേണ്ട രീതിയിൽ അവരുടെ ഔട്ട്പുട്ട്, അവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതും ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ബാധിക്കുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, വ്യക്തിയുടെ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ആ വ്യക്തിയെ എങ്ങനെ വളർത്തിയെടുക്കുന്നു, അവരും ഓർഗനൈസേഷനുമായിട്ട് എങ്ങനെ ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണ്, ആ ഗോൾ അവരെ എങ്ങനെ പഠിപ്പിക്കുന്നു, അതിനനുസരിച്ച് അവരെ നമ്മൾ ഉത്തേജിപ്പിക്കണം. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്ട്സ് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ 2-3 ആൾക്കാർ ചേരുമ്പം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ഈ അഭിപ്രായങ്ങളെ നമ്മൾ ക്രോഡീകരിക്കണം, സമന്വയിപ്പിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വളർച്ച എന്ന് പറയുന്നത് നടക്കാതെ വരും. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ വ്യക്തികളുടെ പ്രശ്നങ്ങൾ എന്താണ്, ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഓർഗനൈസേഷൻ്റെ മൊത്തമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. അപ്പോൾ ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വരണം. മാറ്റങ്ങൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ പല രീതിയിൽ വരണം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഓർഗനൈസേഷനും മൾട്ടി ടാസ്ക് അല്ലെങ്കിൽ മൾട്ടി ഫേസ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഒരു വ്യവസായിയും ഒരു കാര്യത്തിലേക്ക് മാത്രം നിൽക്കില്ല. അപ്പം വളർച്ച എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ കൂടെ ഭാഗമാണ്. അപ്പോൾ ഇവരുടെ ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് വരുമ്പം ഇവരിത് അക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാനായിട്ട് ആൾക്കാർ തയ്യാറാകണം. അപ്പോൾ പലപ്പോഴും ഉൾക്കൊണ്ടില്ലെങ്കിൽ ഒരു വ്യവസായത്തിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. ഇതൊക്കെ കൊണ്ടാണ് സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യം ഇതിനകത്ത് വരിക. അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്, ടെക്നോളജിയുടെ ഭാഗമായിട്ട്, കാരണം ഗ്ലോബലൈസേഷൻ ആദ്യത്തെ മാറ്റത്തിനുള്ള കാരണമുണ്ടാക്കുക, ടെക്നോളജി മാറുക. ടെക്നോളജി മാറി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ചേഞ്ച് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വന്നതാണ്.
1984-86 കാലഘട്ടങ്ങളിൽ നമ്മൾ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഒരു വിപ്ലവം ഉണ്ടാക്കുന്നത്. അന്ന് പലർക്കും ഈ മാറ്റങ്ങളെ എപ്പോഴും ആൾക്കാർക്ക് അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പം ഇതിനനുസരിച്ച് ആൾക്കാരെ നമ്മൾ മാറ്റിയെടുക്കും. ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അപ്പം അന്ന് ഒരു ഇൻഡസ്ട്രി വ്യാവസായിക മേഖലയിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് പരമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. കാരണം കമ്പ്യൂട്ടർ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടും. തീർച്ചയായും തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടും. അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് വളരുമ്പോൾ പലർക്കും പഠിച്ചെടുക്കാനായിട്ട് പാടാണ്. തീർച്ചയായിട്ടും ഒരു പുതിയതായിട്ടൊരു കാര്യം വരുമ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം അത് ഉണ്ടാക്കുന്ന സാമുദായികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, അത് ഉൾക്കൊള്ളാനുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലായിടത്തും പ്രശ്നങ്ങളായ സമയത്താണ്. അപ്പം ആദ്യത്തെ സംഗതി നമുക്ക് നോക്കാം. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണ്. ഉദാഹരണം ബാങ്കിങ് മേഖല തന്നെയാണ്. അപ്പം ബാങ്കിങ് മേഖലയിലേക്ക് കമ്പ്യൂട്ടർ വന്നപ്പം പണ്ട് ഒരു ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഒരു മാനേജർ ഉണ്ടാകും, അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാകും, ക്ലർക്ക് ഉണ്ടാകും, സബ് സ്റ്റാഫ് ഉണ്ടാകും, ക്ലാസ് 4 ജീവനക്കാരുണ്ടാകും, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാകും. മിനിമം ഞാൻ പറയുന്നത് ഒരു എണ്ണത്തിന്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ വരുമ്പോൾ മാനേജർ, അസിസ്റ്റന്റ് മാനേജേഴ്സ് ആയിരുന്നു. പല കാര്യത്തിലും അസിസ്റ്റന്റ് മാനേജേഴ്സ്, ചിലപ്പം സേവിങ്സ് ബാങ്ക് നോക്കുന്നതാകാം, ലോൺ നോക്കുന്നതാകാം, ഗോൾഡ് ലോൺ നോക്കാം, അവിടെ അസിസ്റ്റന്റ് മാനേജേഴ്സ്, കാഷ്യർ, അസിസ്റ്റന്റ് കാഷ്യർ. അപ്പം ഇത്രയും ആൾക്കാരുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. രാവിലെ 10 മണി മുതൽ 2 മണി വരെ ബാങ്കിങ് അവസരവും, 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിന് ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യുന്ന അവസരമായിരുന്നു. പിന്നെ അത് മാറി കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് ആദ്യത്തെ അതിന് പ്രതിരോധനമായിരുന്നു. കാരണം ഇത് കമ്പ്യൂട്ടർ വെക്കേണ്ട കാര്യമില്ല, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് നോക്കുമ്പം ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരു ബ്രാഞ്ചിൻ്റെ ഇത്ര കാര്യങ്ങൾ ചെയ്യാം. 4 പേരിരിക്കുന്നിടത്ത് ഒരു കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അപ്പം 15-12 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ 3 കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 12 പേരുടെ എന്ന് വെച്ചാൽ ഒരാളിലേക്ക് ഒതുങ്ങും, അല്ലെങ്കിൽ 3 പേരിലേക്ക് ഒതുങ്ങും. അപ്പോൾ അത്രയും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഇനി ഈ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം, ട്രെയിനിങ് കൊടുക്കണം, കസ്റ്റമേഴ്സിനെ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊരു ചേഞ്ച് വരികയാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യവസായ മേഖലയെ സംബന്ധിച്ചിടത്തോളം മാറ്റം വരണം. അപ്പോൾ ആദ്യത്തെ മാറ്റം നമ്മൾ ഇത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിൻ്റെ കൾച്ചർ, ആ കൾച്ചർ അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് മനസ്സിലാക്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഇതിൻ്റെ ചേഞ്ചിന് നമുക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും പേര് പോകുന്നു, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാകുന്നത് അതിൽ റിപ്പയർ ചെയ്യാനായിട്ട് ആൾക്കാർ വേണം. ഇൻഡസ്ട്രി വളരുമ്പോൾ അതനുസരിച്ച് ആൾക്കാർ വേണം. അപ്പം ഇന്ന് 2, 5, 6 ബ്രാഞ്ചുള്ളത് 5, 6, 10, 15 ബ്രാഞ്ചായിട്ട് വളരുക. അങ്ങനെ പറഞ്ഞിട്ടാണ് അതിന് വരുന്നത്. അതിന് ട്രെയിനിങ് കൊടുക്കുന്നു, സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നു. ആ ചേഞ്ചിനെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി വരുന്നു. ആ ചേഞ്ച് കൊടുക്കാൻ അവർ പഠിക്കാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നു, കമ്പ്യൂട്ടറിനകത്ത് പഠിക്കാൻ വേണ്ടി അവർക്ക് പൈസ കൊടുക്കുന്നു, അവർക്ക് സ്ഥലം മാറ്റങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഈ കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു മാറ്റമാണ്. അപ്പോൾ ഇത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ജോലിയാണ്, കൗൺസിലിങ്ങിലൂടെയാണ്, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടിയാണ്. അപ്പം ആദ്യത്തെ മേഖലയിൽ നമുക്ക് കമ്പ്യൂട്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ എന്താ ചെയ്യുന്നത്? ഇവർക്ക് പകരം വേറെ പല ഇതാണ്. അപ്പം ഡെവലപ്പ് ചെയ്യുമ്പം ഇവിടുന്ന് ആർക്കാണോ തൊഴിൽ നഷ്ടപ്പെടുന്നത് അവർക്ക് അവിടെ തൊഴിൽ കിട്ടുന്നു. അപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നില്ല. അതുപോലെ പുതിയൊരു സംഗതി വന്നപ്പോൾ അത് പഠിക്കാനായിട്ടും അതെടുക്കാനായിട്ടും കൂടുതൽ പഠിപ്പിക്കാനും കൂടുതൽ ആൾക്കാർ കിട്ടും, തൊഴിലവസരങ്ങൾ കൂടുന്നു. സമയബന്ധിതമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ രാവിലെ 10 മണി മുതൽ 2 മണി വരെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് സമയം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 2 മണി മുതൽ 4 മണി വരെ, അല്ലെങ്കിൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെ ബാങ്കിങ് മേഖലയിലേക്ക് വരുന്നു. ഇപ്പം വന്നിട്ട് 24 മണിക്കൂറും നമുക്ക് പ്രവർത്തിക്കുന്നതായ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻസ് ഉണ്ടാകുന്നു. ഒരു പാസ്ബുക്ക് നമ്മൾ പതിപ്പിക്കണമെങ്കിൽ ബാങ്കിലേക്ക് പോകേണ്ട കാര്യമില്ല, പൈസ ഇടണമെങ്കിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല, പൈസ എടുക്കണമെങ്കിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ സംഗതിയിൽ നമ്മുടെ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായി. അപ്പം സമയം ലാഭമായി. ഇപ്പോൾ കസ്റ്റമറിന് കൂടുതൽ സമയം ബാങ്കിൻ്റെ
സേവനങ്ങൾ കിട്ടിത്തുടങ്ങി. കൂടുതൽ സേവനങ്ങൾ, ബിസിനസ് കൂടുതൽ വളർന്നു തുടങ്ങി. ഗ്ലോബലൈസേഷൻ നമ്മുടെ ഭാഗമായിട്ട് അത് മാറി വന്നു. അപ്പം മൊത്തം ഒരു ചേഞ്ച് ഈ ഒരു ഓർഗനൈസേഷൻ ഒരു കൾച്ചർ വരാൻ വേണ്ടി ഉണ്ടാക്കിയുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ ഈ പഠിച്ച പല കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തന്നാണ്. ഒരു ഇൻഡസ്ട്രി എന്താണ്, ആ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അവിടെ ലീഡർ എങ്ങനെ പെരുമാറണം, അവിടെ എങ്ങനെ നമ്മൾ മാറ്റങ്ങളെ നമ്മൾ സമന്വയിപ്പിക്കണം, മാറ്റങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, അവർ ഡെവലപ്പ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരണം. അപ്പം നമ്മൾ നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ച് നമ്മൾ വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് ഡീവിയേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അന്ന് ബാങ്കിങ് മേഖല പണം വാങ്ങുക, പണം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ കൊടുക്കുക എന്നുള്ളത് മാറിയിട്ട് ഇന്നിപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറി, ഇൻഷുറൻസ് ഭാഗങ്ങളിലേക്ക് മാറി. അപ്പോൾ വ്യവസായ മേഖല വളരെ നമ്മൾ നോക്കുക, ഡൈവേർഷൻസ് ഉണ്ടാകുന്ന നമ്മൾ നോക്കുക. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് വളരാൻ ഉള്ളത് അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിൻ്റെ ജോലിയാണ്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വ്യക്തികളെ മനസ്സിലാക്കിയെടുക്കേണ്ട സൈക്കോളജിയുടെ ഭാഗമാണ്. അതിൻ്റെ ഒരു സംസ്കാരം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു കൾച്ചർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ ലീഡർഷിപ്പ് ഉണ്ടാകണം. നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് ഏതൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, ഏതൊക്കെ തരത്തിലുള്ള ലീഡേഴ്സിനാണ് ഒരു ഓർഗനൈസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അതിൻ്റെ നിയമങ്ങൾ എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഓട്ടോക്രാറ്റിക് ലീഡറുണ്ട്, ഡെമോക്രാറ്റിക് ലീഡറുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ലീഡറുണ്ട്, കരിസ്മാറ്റിക് ലീഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ എത്ര തരത്തിലുള്ള ലീഡേഴ്സ് ഉണ്ട്, എത്ര തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് വേണ്ടത്, ആ ലീഡേഴ്സ് എങ്ങനെയാണ്, മാനേജ്മെൻറ്റിനോട് താല്പര്യമുള്ളവരുണ്ടോ, തൊഴിലാളികളോട് താല്പര്യമുണ്ടോ, അത് രണ്ടിനെയും കൂടെ മാനേജ് ചെയ്ത് പോകുന്നതാണോ, ഇത് ന്യൂട്രലി ചെയ്യുന്ന ഭാഗമാണോ, ആർക്കും ഒന്നും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരിക്കുന്നതാണോ, അതല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് അവർ മാറുന്ന ആൾക്കാരാണോ, ഇതൊക്കെ നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കണം. ദെൻ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, ചേഞ്ച്. അപ്പോൾ ചേഞ്ചിനെ പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ചേഞ്ച് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും മടിയാണ്. എപ്പോഴൊക്കെ നമ്മൾ ചേഞ്ച് വരുന്നു ആ സമയത്തൊക്കെ നമ്മൾ റെസിസ്റ്റൻസ് വരും, ഏത് ഓർഗനൈസേഷനും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അവിടെ നിൽക്കുമ്പോൾ ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു മാറ്റം വരണം. ഒരു ഉദാഹരണത്തിന് നമ്മൾ മാനേജ്മെൻറ്റ് ക്ലാസ്സിലൊക്കെ എടുക്കുന്ന ഇത് പറയാണ്. ഒരു ഓഫീസിൽ എല്ലാവർക്കും സീനിയർ മാനേജറെ നോക്കിയിരുന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു തിയേറ്റർ സ്റ്റൈൽ സീറ്റിംഗ് ആണ്. തിയേറ്റർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒരാളുടെ പുറകിൽ ഒരാളിലിരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന സീറ്റിംഗ് ചെയർ ഓർഗനൈസേഷൻ ആണ് വന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു തീരുമാനം ഉണ്ടായി, ഇങ്ങനെ കസേര ഇടണ്ട, ഇങ്ങനെ കസേര ഇടാൻ നമുക്ക് മാറ്റിയിടാം, ഫേസ് ടു ഫേസ്. അപ്പം അവിടെ ബഹളമായി. അങ്ങനെ കസേര ഫേസ് ടു ഫേസ് ഇട്ടാൽ ഞാൻ വർത്തമാനം പറയും, ആൾക്കാരുടെ വർക്ക് പറയും, ചെയ്യാൻ പറ്റില്ല, അവരുടെ എഫിഷ്യൻസി ബാധിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര സമരം. ചോദിച്ചപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ സ്ഥലത്തേക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് മാനേജരെ കാണാം, മാനേജർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അറിയാം, അദ്ദേഹത്തിന് അതിൻ്റെ പ്രവർത്തനം അനുസരിച്ച് അവിടെ നിന്ന് പെരുമാറാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പറഞ്ഞു പിടിച്ച് അത് മാറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട്, അത് മാറ്റണം. ഓരോരുത്തരെ ഒരു ക്യാബിനകത്തേക്കാക്കുന്നു, ക്യൂബിക്കിൾസിനകത്തേക്കാക്കുന്നു. അപ്പോൾ അവിടെ സമരം, ഇങ്ങനെ പറ്റില്ല, കാരണം ഇങ്ങനെ തോന്നിയ സമയത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു. അപ്പോൾ അവർ മുമ്പോട്ട് വെച്ചാന്ന് വെച്ചാൽ അടുക്കളയിരിക്കുമ്പോൾ വർക്കിനെ അത് ബാധിക്കുന്നു. ക്യൂബിക്കിൾസ് ആകുമ്പോൾ അടുക്കള ആൾക്കാരെ ഇരുത്തി ചെയ്യാം. അപ്പം അതിനെ കുറച്ച് കഴിഞ്ഞപ്പം ഇതിന് വേറൊരു രീതിയിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ ക്യാബിൻ കൊടുക്കുക. അപ്പം വീണ്ടും സമരമായി. അപ്പം എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. കാരണം ഒരു ഫിക്സേഷൻ ജനത്തിന് വരും. അപ്പം ഇങ്ങനെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കഥയാണ്. അവിടെ നിന്ന് ഒരാൾ ട്രെയിനിങ്ങിന് വന്നപ്പോൾ വി നീഡ് ചേഞ്ച്, മാറ്റം വേണമെന്ന് പറഞ്ഞു. കാരണം അത് ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ പോക്കറ്റിൽ ഇരുന്ന ചില്ലറ കോയിൻ എടുത്ത് കൊടുത്തു. അപ്പം അവർ ഓർഗനൈസേഷനെ കുറിച്ചുള്ള മാറ്റത്തെക്കുറിച്ച് അല്ല പറയുന്നത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് വേണം, നമ്മൾ ഇരിക്കുന്ന പണത്തിന് ചേഞ്ച് വേണം. ഇത് വീഡിയോ ഒക്കെ വന്നിരുന്നു, വളരെ പ്രശസ്തമായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഇതൊക്കെ വന്നിരുന്നു. അപ്പം ചേഞ്ച് എന്ന് പറയുന്ന മനുഷ്യൻ ഉൾക്കൊള്ളാൻ വേണ്ടി, മാറ്റം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി ഭയങ്കര മടിയുള്ള സംഭവമാണ്. അപ്പം മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അവരെ അതനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്യണം, അതനുസരിച്ച് ട്രെയിനിങ് ചെയ്യണം. അപ്പം എങ്ങനെയാണ് ചെയ്യണം?
ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്, എങ്ങനെയാണ് ആൾക്കാരെ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നത്, എന്തൊക്കെ ആൾക്കാരാണ് ട്രെയിനേഴ്സായിട്ട് വെക്കുക, ഇതിനെക്കുറിച്ചും ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഡസ്ട്രിയലാണ് ഓർഗനൈസേഷൻ സൈക്കോളജി. ഇനി ഓരോ ഓർഗനൈസേഷൻ്റെ കൾച്ചർ. ഓരോ ഓർഗനൈസേഷനും ഓരോ സംസ്കാരമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ അംബാനി ഗ്രൂപ്പ് കൂടി എടുത്തു, അവർക്കൊരു സംസ്കാരമുണ്ട്. അല്ല നമ്മൾ കാണുന്ന ഇന്ന ഗ്രൂപ്പാണോ, അവർ ഇന്ന യൂണിഫോം ആയിരിക്കും ധരിക്കുന്നത്, അല്ലെ ഇന്ന ഗ്രൂപ്പാണ് ഇന്നതായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഓർഗനൈസേഷൻ കഴിയുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ കൾച്ചറും കൂടെ നോക്കിയിട്ട്, സംസ്കാരം കൂടെ നോക്കിയിട്ടാണ് നമ്മളതിനെ ഉൾക്കൊള്ളുക. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ്റെയും കൾച്ചർ എന്ന് വെച്ചാൽ ഇത് എന്തിനു വേണ്ടി നിൽക്കുന്നു, ഇതിനൊരു വിഷൻ എന്താണ്, ഇതിനൊരു മിഷൻ എന്താണ്, ഇത് എങ്ങനെ ഇത് അച്ചീവ് ചെയ്യും, എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്ത് വെക്കുക നമ്മൾ പറയും. ഉദാഹരണത്തിന് ഇപ്പം വിഗാർഡ് എന്ന് പറയുന്നത് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവർക്കൊരു സംസ്കാരമുണ്ട്, ഒരു കൾച്ചറുണ്ട്. അപ്പോൾ ആ കൾച്ചർ വെച്ചിട്ട് അവർ പറയുന്നതെന്നു വെച്ചാൽ ഞങ്ങൾ സ്റ്റെബിലൈസേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റെബിലൈസേഴ്സ് കഴിഞ്ഞാൽ കൾച്ചറിൻ്റെ എണ്ണം നമ്മൾ സ്റ്റെബിലൈസർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു മെസ്സേജ് കിട്ടുക. അപ്പോൾ നമുക്ക് എപ്പോഴും വിഗാർഡ് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് സ്റ്റെബിലൈസർ, നമ്മുടെ മനസ്സിനകത്ത് അത് ചേർന്ന് കഴിഞ്ഞു, ആ ഒരു കൾച്ചർ. ഇനി അതിനകത്ത് ഓർഗനൈസേഷനകത്തുള്ളത് ഇന്ന കളറുകളായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്ലെയിനിൽ കയറാൻ പോവുക, അപ്പം നമ്മൾ ബ്ലൂവും വൈറ്റും നമ്മൾ കണ്ടു, ഇത് ഒരു ഖത്തർ എയർലൈൻസിൻ്റെ ആണ്. റെഡ് കണ്ടു, അത് വിസ്താരയിലെയാണ്. അപ്പം ഇങ്ങനെ ഓരോന്നിനും ഓരോ കൾച്ചറുണ്ട്. അപ്പം അവരുടെ എങ്ങനെയാണ് അവർ നടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യം, ഇതാണ് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഓർഗനൈസേഷനും അവർക്കൊരു കൾച്ചറുണ്ട്. ആ കൾച്ചറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വിഗാർഡ് തന്നെ പറഞ്ഞു, അവരുണ്ടാക്കുന്നത് സ്റ്റെബിലൈസറാണ്. പക്ഷെ അത് അവരുടെ ഒരു ഭാഗം മാത്രമാണ്. അവർ ഡൈവേർഷൻസ് ഉണ്ടായി. അവർ ബിൽഡിങ്ങിലേക്ക് വന്നു, ഫാനിലേക്ക് വന്നു, വയറിലേക്ക് വന്നു. അപ്പം ഇതൊരു കൾച്ചറൽ ചേഞ്ചസ് ആണ്. അപ്പം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം അതുപോലെ തന്നെ അവരുടെ ആൾക്കാരുടെ യൂണിഫോമിൻ്റെ വരുന്നത് എങ്ങനെ അവർ ഒരു കുടുംബമായിട്ട് എങ്ങനെ കഴിയുന്നു, തൊഴിലാളികൾ തമ്മിൽ എങ്ങനെ ബന്ധം വേണം, അവരെങ്ങനെ ഗവൺമെൻറ്റുമായിട്ടുള്ളത്, ഇതെങ്ങനെ പ്രൊഡക്ഷൻ വേണം, എങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഇതെല്ലാം ഇതിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ കൾച്ചർ എന്ന് പറയുന്നത് അതിനകത്ത് സ്റ്റാഫ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനകത്ത് ആൾക്കാരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്നതായ ടാർഗറ്റ് അതെങ്ങനെ മീറ്റ് ചെയ്യുന്നു, അതിനെങ്ങനെ വർക്ക് ചെയ്യണം, ഏത് തരത്തിലുള്ളതായ ലീഡർഷിപ്പാണ് ഇതിനകത്ത് വേണ്ടി, ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് വിളിക്കുന്നത്, ഏത് തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ പോകുന്നത്, ഇതൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഓർഗനൈസേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യാം? ലീഡേഴ്സ് ആസ് റോൾ മോഡൽ. അപ്പം ഇതിൻ്റെ നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ലീഡറാണ് എന്ന് പറഞ്ഞു, ഈ കമ്പനിയുടെ ഉടമസ്ഥനാണ്. അപ്പോൾ ആൾ വരികയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അറിയാം നമുക്ക് ആ കമ്പനിയുടെ മോഡൽ എന്താണ്. ചില കമ്പനികളിൽ അവർ പ്രത്യേകം പറയും ഇന്ന രീതിയിൽ നിങ്ങൾ ഡ്രസ്സ് ചെയ്യാവുള്ളൂ, ഇന്ന രീതിയിൽ നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കാവുള്ളൂ. അപ്പം എപ്പോഴും ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയും, നമ്മളിപ്പം ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ആൾക്കാർ നമ്മൾ വിളിക്കാനിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി നമ്മൾ വിളിക്കാൻ, അവരുടെ വേ ഓഫ് ടോക്ക് എന്ന് പറയുന്ന ഒരേ രീതിയിലായിരിക്കും. എന്നിട്ട് നമ്മൾ അവരെ ആ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഓർഗനൈസേഷൻ്റെ കൾച്ചറിന് എക്സാമ്പിൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഐഡിയ. അപ്പോൾ ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് മൊബൈലാണ്, അല്ലെങ്കിൽ സാംസങ് കമ്പനി പറയുമ്പോൾ നമുക്കറിയാം സാംസങ് തന്നെ അവരുടെ കൾച്ചർ ഇങ്ങനെയാണ്, അവർ ഇന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റോൾ മോഡലാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് വരികയാണെങ്കിൽ അവരുടെ വേഷം, അവരുടെ ഭാവം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഏത് തരത്തിലുള്ള സംസ്കാരമാണ് ഈ ഓർഗനൈസേഷനാണ്. അപ്പം ലീഡേഴ്സ്, അപ്പോൾ നമ്മൾ ഈ വരുന്ന ആൾക്കാർക്ക് ലീഡേഴ്സാണ്, അവരാണ് റോൾ മോഡൽ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് വൺ ഇസ് ലീഡേഴ്സ്. അവർ റോൾ മോഡലായിട്ട് എടുക്കണം. റോൾ ഓഫ് ക്രിട്ടിക്കൽ ഈവൻറ്റ്സ്, ഏതൊക്കെ സംഗതികൾ, ഏതൊക്കെ പരിപാടികൾ നടത്തുന്നു, ഏതൊക്കെ കാര്യങ്ങളാണ് അവർ അച്ചീവ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഓർഗനൈസേഷൻ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയാണ്.
ഈ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ റോൾ ക്രിട്ടിക്കൽ ഈവൻറ്റ്സ്, ആ ക്രിട്ടിക്കൽ ഈവൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ സേവനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വീട് വെച്ച് കൊടുക്കുകയാണ്, നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളതിൻ്റെ അതിൻ്റെ സംസ്കാരം മനസ്സിലാക്കണം. അതായത് റോൾ ഓഫ് ക്രിട്ടിക്കൽ ഈവൻറ്റ്സ്. എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഈ ഓർഗനൈസേഷനകത്ത് എങ്ങനെയാണ് ആൾക്കാർ സ്നേഹത്തോടുകൂടി നിൽക്കുന്നത്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ആ വർക്കിംഗ് എൻവയോൺമെൻറ്റ് പരസ്പരം ആൾക്കാരെങ്ങനെ ഒരു മത്സരിച്ചാണ് നിൽക്കുന്നത്, ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്, ഒരു ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതാണ് എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ ചുറ്റുപാടുകൾ, ആ ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പം ആ ഓർഗനൈസേഷൻ അതിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയുണ്ട്, അത് എങ്ങനെ ഈ തൊഴിലാളികളെ ബാധിക്കുന്നു. അപ്പോൾ ഷീഷൻസ് മോഡൽ ഓഫ് കൾച്ചർ. അപ്പം ഷീഷൻസ് മോഡൽ ലെവൽസ് ഓഫ് കൾച്ചർ എങ്ങനെയാണ്? ഒന്ന് ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ യൂണിഫോം, ആൾക്കാരെങ്ങനെ ഇരിക്കുന്നു, ഓഫീസ് എങ്ങനെ ഇരിക്കുന്നു, എംപ്ലോയീസ് എങ്ങനെ ഇരിക്കുന്നു, ഓഫീസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നു. നമ്മൾ പലപ്പോഴും പല ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പിയറൻസ്, ഫ്രണ്ട് കാണുമ്പോൾ നമുക്കറിയാം. ഒരു എക്സാമ്പിൾ, നമുക്ക് ഹോട്ടൽ നമ്മൾ തീരുമാനിക്കാം. ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം 5 സ്റ്റാർ ഹോട്ടൽ നമ്മൾ ചെല്ലുന്നിരിക്കാം. 5 സ്റ്റാർ ഹോട്ടലിൽ അവിടെ അവർക്ക് യൂണിഫോം ഉണ്ട്, ഓഫീസ് എങ്ങനെയാണ്, ഫർണിച്ചറിൻ്റെ കളർ എങ്ങനെയാണ്, ചെല്ലുമ്പോൾ എംപ്ലോയീസ് എങ്ങനെ നമ്മളെ സ്വീകരിക്കും. അപ്പം നമുക്കിതറിയാം, ഇത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. അവിടെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്നവരെ ആൾക്കാരെങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്. അതേസമയം നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയാൽ ഇത്രയും നമുക്ക് ഒരു സർവീസ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നമുക്കൊരു ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ അത് ആ ഓർഗനൈസേഷൻ്റെ കൾച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ അവിടുത്തെ നമ്മൾക്ക് കിട്ടുന്നതായ ഡ്രസ്സ്, ഒരു വെൽക്കം, അവരുടെ ഡ്രസ്സ്, വേ ഓഫ് ബിഹേവിയർ, ഇതൊക്കെയാണ് നമ്മൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഓരോ കടയ്ക്കും, ഓരോ ഹോട്ടലിൽ നമ്മൾ പറഞ്ഞ ഹോട്ടലിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ ഹോട്ടലിലും അതിൻ്റെ സ്റ്റാർ അനുസരിച്ച് അതിൻ്റെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എംപ്ലോയീസിന് യൂണിഫോം വേണം, ഇന്ന യൂണിഫോം കണ്ട ഇന്ന രീതിയിലുള്ളതാണ്. ഓഫീസ് ഫർണിച്ചർ എങ്ങനെയാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, എങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ തൊഴിലാളികൾ ബിഹേവ് ചെയ്യേണ്ടത്, എന്തായിരിക്കും അവരുടെ മിഷൻ, എന്തായിരിക്കും അവരുടെ വിഷൻ. ഇതാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. കാരണം ഇതാണ് ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചർ വെക്കുന്നത്. ദെൻ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. അപ്പം ഇത് ഓരോ ലീഡറും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ഇതിൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്, ഇത് വാല്യൂസ് ഇങ്ങനെയാണ്, ഇത് ഇത്ര വർഷം കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്, ഇത് ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട്. അപ്പം അതിൻ്റെ ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ആണ് അടുത്ത ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചറിനെ ഡിറ്റർമിൻ. ദെൻ അണ്ടർലൈങ് അസംഷൻസ്. അപ്പം ഓരോ ഡീപ്പസ്റ്റ് ലെവലിൽ ഇത് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, അണ്ടർലൈൻ നമ്മളിത് കാണണമെന്നില്ല. ഇത് ഡീപ്പസ്റ്റ് ലെവൽ ഇതിനൊരു മൊറയിലുണ്ട്, ഇതിന് ഇന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്നതാണ്. നമ്മൾ അതിനകത്ത് കയറുമ്പോൾ നമ്മൾ ഡീപ്പസ്റ്റ് റൂട്ടിൽ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കമ്പനികൾക്കും നമ്മൾ അവരെ ട്രെയിനിങ് എന്ന് പറഞ്ഞ ആൾക്കാരെ വെക്കും. അപ്പോൾ ട്രെയിനിങ് വെക്കുന്ന ആദ്യം അതിൻ്റെ കൾച്ചർ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. എന്താണ് ഈ ഓർഗനൈസേഷൻ്റെ കൾച്ചർ? അപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് LIC പറയുകയാണ്. LIC എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ആളെ വിടുന്നു. അവരാദ്യം ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണ് LIC, അത് എന്ത് ചെയ്യുന്നു, എത്രയൊക്കെയാണ് ഇതിൻ്റെ ടേൺ ഓവർ ഉള്ളത്, എത്രയൊക്കെയാണ് ഗുണങ്ങൾ കിട്ടിയത്, എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഈ ഒരു അസംഷൻ നമ്മൾ അതിൻ്റെ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഡീപ്പസ്റ്റ് ലെവലിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ദെൻ എങ്ങനെ നമുക്കിത് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചർ പഠിപ്പിക്കാം. ഫസ്റ്റ് വൺ സ്റ്റോറീസ്, കഥകൾ. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വീഗാർഡിൻ്റെ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് അവർ തന്നെ പറയുന്നതാണ്. വളരെ ചെറിയൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ ഇൻഡസ്ട്രി ആയിട്ട് തുടങ്ങി ഇന്ന രീതിയിലാണ്. അദ്ദേഹം കൊച്ചോസഫ് എന്ന് പറയുന്ന ആൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. സ്റ്റെബിലൈസർ വെച്ച് നമ്മൾ ഒരു സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് നടന്ന്, അല്ലെ സ്കൂട്ടർ ഇവിടേക്ക് കയറി നടന്നാണ്. അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ വിജയഗാഥകൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ഈ കമ്പനി ഇവിടം വരെ എത്തി,
എത്ര കമ്പനികളുമായിട്ട് കമ്പനി കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സ്റ്റോറി നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് മാത്രം തരുന്ന അടുത്ത കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും. കാരണം വെച്ചാൽ ഇതിൻ്റെ മിഷൻ എന്തായിരുന്നു, ഒരു വിഷൻ എന്തായിരുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്തു, എവിടെ എത്തി. നമ്മൾ വികാർഡ് കൊണ്ട് ഒരു സ്റ്റെബിലൈസർ കൊണ്ട് തുടങ്ങിയതാണെങ്കിൽ ഇന്നത് ബിൽഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ന കാര്യങ്ങൾ ആ ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറീസ്, അതിൻ്റെ കഥകൾ, വളർച്ചയുടെ കഥകൾ, അതിൻ്റെ മാറ്റത്തിൻ്റെ കഥകൾ നമ്മൾ അവരെ പഠിപ്പിക്കാം. ദെൻ മെറ്റീരിയൽ സിമ്പിൾസ്, എല്ലായിടത്തും ഇതിനെക്കുറിച്ച് നമ്മൾ ബോർഡ് വെക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത് എഴുതുക. അതിൻ്റെ ഫ്ലയേഴ്സ് എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോൾ ഇതിൻ്റെ കഥകൾ എവിടെയാണ്. പലപ്പോഴും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാം, വളർച്ച ഒരു ഇൻഡസ്ട്രിയുടെ മുമ്പിൽ ഒരു ചെറിയ ബോർഡ് കാണും, ഇതിൻ്റെ വളർച്ചയുടെ കഥകൾ, വീരഗാഥകൾ അത് വരച്ചു വെച്ചിരിക്കും. അപ്പം മെറ്റീരിയൽസ് ആൻഡ് സിമ്പിൾസ് ഇല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് കാർഡ് അയച്ചു കൊടുക്കാം, ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന എന്തെങ്കിലും മെമൻറ്റോസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തി ഒരു പാർട്ടി കൊടുക്കാം. അപ്പം എന്നിട്ട് ഇവരെ പറയുന്നത് ദെൻ ലാംഗ്വേജ്, ഭാഷ. ഇംഗ്ലീഷ് വേണമെന്നില്ല, ഏത് ഭാഷയാണോ അവർക്ക് മനസ്സിലാകത്തൊക്കെ വേണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഇത് ടച്ചിങ് ആയിരിക്കണം. അപ്പം എപ്പോഴും നമ്മൾ ഒരു കമ്പനിയുടെ ഒരു കൾച്ചറിനെ കുറിച്ച് പറയുമ്പം പറയുന്ന ഓരോ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ലാംഗ്വേജ് ചിലപ്പം സൈൻ ലാംഗ്വേജ് ആകാം, വെർബൽ ലാംഗ്വേജ് ആകാം, വേറെ മീഡിയ കൂടി ആകാം, ഇതല്ല. അപ്പം ഇതിനകത്തൊരു ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ കൾച്ചർ മനസ്സിലാക്കാൻ ആവശ്യമുള്ളത്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. അപ്പം ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഭാഗം വളർച്ച അതിൻ്റെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം. അതിന് എവിടെയെന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഉണ്ടാകണം. അപ്പം ഈ ഓർഗനൈസേഷനിലുള്ള ഓറിയൻറ്റേഷൻ വേണം. ദെൻ ടാർഗറ്റ്, ഇതെന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഓരോ ഇൻഡിവിജ്വലിൽ നിന്ന് കമ്പനി എന്ത് വിചാരിക്കുന്നു, എന്ത് ലക്ഷ്യം ഇടുന്നു, അപ്പം കമ്പനിക്ക് എന്ത് തിരിച്ചു ചെയ്യാൻ പറ്റും. ദെൻ സെറ്റിംഗ് റിയൽ ലൈഫ് ഓർഗനൈസേഷൻ. അപ്പം ഒരു റിയൽ ലൈഫ് ഓർഗനൈസേഷനായിട്ട് നമ്മൾ ഇത് കൊണ്ടുവരണം. അപ്പം ദെൻ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് എങ്ങനെ, എന്തിനാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ആവശ്യം, ഡെവലപ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മാറ്റം വരേണ്ടത് എന്തുകൊണ്ടാണ്. നമ്പർ 1 ഇസ് ഗ്ലോബലൈസേഷൻ. അപ്പം ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും എല്ലാ സംഗതി നടക്കുന്ന സംഗതികൾ നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ അതനുസരിച്ചായിട്ട് മാറ്റം വരണം. ഉദാഹരണം കാർ മേഖല. എപ്പോഴും കാർ മേഖല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, എവിടെ ഇരുന്നാലും മനസ്സിലാക്കാം, നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളായതിനു വേണ്ടി ഈ വണ്ടിയുടെ കാര്യം പറയുന്നു. കാരണം നമുക്ക് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അംബാസഡറും ഫിയറ്റും. പിന്നെ നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് മാരുതി വരുന്നു, മാരുതിയുടെ കാലഘട്ടമായി. ഈ മാരുതിയുടെ കാലഘട്ടം വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പം ഇത് എവിടുന്നാണ് ഇവിടെ ഉണ്ടാക്കിയത്, എവിടുന്നാണ്, ഡോൾഫിനൊക്കെ ആ സമയത്ത് വന്നതാണ്, വേറെ 2-3 ആ സമയത്ത്. ഇത് എവിടുന്ന് വരുന്നു, അപ്പം ഇവിടെ വരുന്ന സാധനങ്ങൾ എന്താ, അതിൻ്റെ ടെക്നോളജി എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനു മുമ്പ് നമ്മൾ 2 കാർ മാരുതിയും ഫിയറ്റും അംബാസഡറും ഫിയറ്റും മറ്റും വെച്ച് നമുക്ക് പുതിയ ടെക്നോളജി അറിയില്ലായിരുന്നു, പുതിയ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് വേണ്ടി വന്നു. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, അത് അടുത്ത വലിയൊരു ഇതാണ് ഇൻഫർമേഷൻ ടെക്നോളജി. പണ്ട് നമ്മൾ ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധനം കിട്ടണമെന്ന് ഒരു മിഷൻ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുത്ത് കമ്പനി അത് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അത് നമ്മളെ അറിയിക്കണം. അപ്പം ടെക്നോളജി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അയക്കുകയാണെങ്കിൽ അതിന് നമുക്കതിന് മറുപടി കിട്ടും, നമ്മൾ കാത്തിരിക്കേണ്ട. ചിലപ്പോൾ 2, 3, 4 ആഴ്ചകൾ കാത്തിരിക്കേണ്ട സംഗതി ഇപ്പം 2-3 മണിക്കൂറുകളിലേക്ക് ചുരുങ്ങുന്നതായി. അത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കാലഘട്ടമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നത് ഓർഗനൈസേഷന് ചേഞ്ചിന് ആവശ്യമാണ്. ദെൻ മാനേജറിയൽ ഇന്നോവേഷൻസ്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അത് ഡൈവേർഷൻസ് നമുക്കുണ്ടാകും. ഡൈവേർഷൻസ് ഉണ്ടായ പല കമ്പനികളും, ഉദാഹരണം ടാറ്റ കമ്പനിക്കാരാണ്. ടാറ്റ വാച്ച് ഉണ്ടാക്കി, വാച്ച് അവർ വളർന്നു വന്നു. വാച്ചിൻ്റെ
പല മോഡലുകൾ അവരുണ്ടാക്കി. ഒരു നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ കുറച്ച് 1-2 വാച്ചുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടു. അപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്, പുതിയ മാർഗങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വാച്ച് നമ്മൾ മാറി, വാച്ചിൻ്റെ ടെക്നോളജി മാറി, ആവശ്യങ്ങൾ മാറി. അത് അന്ന് കീ കൊടുക്കുന്ന വാച്ചായിരുന്നു, ഇന്ന് കീ കൊടുക്കുന്ന വാച്ചില്ല. അന്ന് ഡേറ്റ് മാറ്റേണ്ട വാച്ചുകളില്ല. അപ്പം പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. മാനേജറിങ് ഇന്നോവേഷൻ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പം എന്താണ് നമ്മൾ ഇത് ചെയ്ത് ലബോറട്ടറി ട്രെയിനിങ് സിസ്റ്റം, അതായത് ലബോറട്ടറി ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റ് വരുത്തുക. ദെൻ ആക്ഷൻ സർവേ ഫീഡ്ബാക്ക്. നമ്മൾ ആക്ഷൻ നടത്തുക, എന്തെങ്കിലും ചെയ്തിട്ട് അതിന് റിസർച്ച് നടത്തുക, സർവേ നടത്തുക, അതിൻ്റെ വിവരങ്ങൾ അറിയുക. ദെൻ നോർമേറ്റീവ് ബാക്ക്ഗ്രൗണ്ട്, ദെൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെയാണത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ചെയ്യാം. ദെൻ സ്ട്രാറ്റജിക് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു കമ്പനിക്ക് വേണ്ട, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഇതിലേക്ക്, ദാറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റജിക് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്. ദെൻ 3 steps മോഡൽ ഓഫ് ചേഞ്ച്. ദെൻ ഇത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ അൺഫ്രീസിങ്. അപ്പം നമ്മൾ നിൽക്കുന്ന അവതരണത്തിൽ നിന്ന് മാറ്റത്തിലേക്ക് ചെയ്യേണ്ട ഇതാണ്. ദെൻ ചേഞ്ച് ആൻഡ് റീഫ്രീസിങ്. അപ്പം അൺഫ്രീസ് ചെയ്യണം, ചേഞ്ച് വരുത്തണം, ദെൻ റീഫ്രീസ് ചെയ്യണം. ഇതാണ് 3. ഒന്ന്, ഏതെങ്കിലും അൺഫ്രീസ് ചെയ്യുക, നമ്മൾ വെച്ചിരിക്കുന്നത് വളരാൻ വേണ്ടി ഒന്ന് അയച്ചു കൊടുത്തിട്ട് ആ ചേഞ്ച് ഉൾക്കൊള്ളുക, എന്നിട്ട് മാറ്റങ്ങൾ വരുത്തുക. പല കമ്പനികളും വേണം. ചേഞ്ച് വേണം എന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിൽക്കട്ടെ, ഈ പോയിന്റ് ഇവിടെ നിൽക്കട്ടെ, ഇനി അടുത്തത് നമ്മൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ട് നമ്മളത് ആ മാറ്റത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ടാറ്റ അവർ വാച്ച് ഇറക്കി, അത് കഴിഞ്ഞ് അവർ സ്മാർട്ട് വാച്ച് ഇറക്കി, വാച്ചിൻ്റെ തന്നെ ഇതുകളി. ദെൻ തുണിത്തരത്തിലേക്ക് പോയി, അത് തന്നെ ഒരു സെറ്റിൽ ലെവല് 2 സുലോ, സാധാരണക്കാരന് വായിക്കാൻ പറ്റിയത്. വെസ്റ്റേൺ ഹൈ ലെവലിലൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ചേഞ്ച് വരുത്തി, അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഉറപ്പിക്കുക. അപ്പം അൺഫ്രീസിങ്, ചേഞ്ച് ആൻഡ് റീഫ്രീസിങ്. ദെൻ ആക്ഷൻ റിസർച്ച്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഒന്ന്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ കോൺട്രാക്ടിങ്, കൺസൾട്ടേഷൻ വിത്ത് ബിഹേവിയറൽ സയൻസ് എക്സ്പെർട്ട്, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തുക. ദെൻ ഡേറ്റ ഗ്യാതറിങ് ആൻഡ് പ്രിലിമിനറി ഡയഗ്നോസിസ്. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ എല്ലാവരുടെയും നമ്മൾ കാര്യങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ ഗ്യാതറിങ് വായി. ദെൻ ഫീഡ്ബാക്ക് ടു കീ ക്ലയൻറ്റ് ഓർ ഗ്രൂപ്പിനോട് നമ്മൾ നമ്മുടെ കാര്യം പറയുക, ഇതിങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ആക്ഷൻ ചെയ്യണമെന്നുണ്ട്. ആദ്യം ആക്ഷൻ റിസർച്ച് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അതിനെന്ത് സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ ഒരു ബിഹേവിയറിസ്റ്റായിട്ട് കണ്ടുപിടിക്കണം. അതിനോട് ഡാറ്റ ചെയ്യണം. ദെൻ ബൈ ക്ലയൻറ്റ് ഓർ ഗ്രൂപ്പ്. ദെൻ ജോയിൻറ്റ് ഡയഗ്നോസിസ് ഓഫ് ദ പ്രോബ്ലം കണ്ടുപിടിക്കും. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ തന്നെ ഇതാണ്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് അത്യാവശ്യമാണത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് ആക്ഷൻ റിസർച്ച് മോഡിനകത്ത് പ്രോബ്ലം ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്, ഡാറ്റ ഗ്യാതറിംഗ് ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്, ജോയിൻറ്റ് ഡയഗ്നോസിസ് ഉണ്ട്. ജോയിൻറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുക. ജോയിൻറ്റ് ആക്ഷൻ പ്ലാൻ. ഇത്രയാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് മോഡൽ ലിവിൻ പറഞ്ഞിരിക്കുന്നത്. 1946 പറഞ്ഞാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ആക്ഷൻ റിസർച്ച് മോഡൽ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണിത്. ദെൻ അപ്രീഷിയേറ്റീവ് എൻക്വയറി മോഡൽ. ആദ്യം ഒരു കാര്യം കണ്ടുപിടിക്കുക, പിന്നെ നമ്മൾ ഡ്രീം ഇതെങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക. ദെൻ ഡിസൈൻ, അതിനു വേണ്ടി ഡിസൈൻ ചെയ്യുക. ദെൻ ഡെലിവറി, അത് ചെയ്ത് തീർക്കുക. അപ്പം എപ്പോഴും മാറ്റങ്ങൾ വേണ്ടി വരുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ഫസ്റ്റ് ഡിസ്കവറി എന്താണ്, ആ പ്രോബ്ലം സോൾവിങ് എന്താണിതെന്ന് പറയാം. ഇപ്പം നമ്മൾ
ഡ്രീം, ഇത് എന്ത് കാണണം, എന്ത് വേണം എന്ന് നമ്മൾ പറയും. ദാറ്റ് ഈസ് കോൾഡ് ഗോൾ സെറ്റിംഗ്. ദെൻ അതനുസരിച്ച് ഡിസൈൻ ചെയ്യാം, ദെൻ ഡെലിവറി ചെയ്ത് തീർക്കാം. ദെൻ ജനറേറ്റ് ചേഞ്ച് മോഡൽ, എൻജിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിങ്. അപ്പോൾ നമ്മൾ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം, ഏത് രീതിയിലാണ് എൻജിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിങ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് ചേരുക, അതല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൊളാബറേഷൻ ചെയ്ത് കോൺട്രാക്ടിങ് ചെയ്യാം. ദെൻ ഡയഗ്നോസിസ് ആൻഡ് ഫീഡ്ബാക്ക്, നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് ഫീഡ്ബാക്ക് കൊടുക്കുക. ദെൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ചേഞ്ച്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരെ പിന്നെ പഠിപ്പിക്കുക, ആ ചേഞ്ച് അവരെ മനസ്സിലാക്കി നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. ദെൻ ഇവാലുവേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് ചേഞ്ച്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് ചേഞ്ച്, അകത്ത് വേണ്ട മാറ്റങ്ങൾ അതനുസരിച്ച് നമ്മൾ വരുത്തുക. ദെൻ ഓഡി ഇൻ്റർവെൻഷൻ. എന്താണ് ഓഡി ഇൻ്റർവെൻഷൻ? ദെൻ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഇനി ഹ്യൂമൻ റിസോഴ്സസ് ഇൻ്റർവെൻഷനാണ് വേണ്ടത്. എങ്ങനെയാണ് മനുഷ്യർ അവരെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ദെൻ പ്രോസസ് കൺസൾട്ടേഷൻ, ആദ്യം നമ്മൾ ഹ്യൂമൻ പ്രോസസ് ഇൻ്റർവെൻഷൻ നടത്തുക, അതനുസരിച്ച് ആൾക്കാരെ മാറ്റണം. ദെൻ പ്രോസസ് കൺസൾട്ടേഷൻ. ദെൻ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ, ടീം ബിൽഡിംഗ്, ഓർഗനൈസേഷൻ കൺഫ്രണ്ടേഷൻ, മീറ്റിംഗ്. ദെൻ ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത്. ഹ്യൂമൻ പ്രോസസ് ഇൻ്റർവെൻഷൻ, മനുഷ്യനെ അടിസ്ഥാനപരമാക്കിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ദെൻ പ്രോസസ് കൺസൾട്ടേഷൻ, എന്തൊക്കെ മാറ്റങ്ങളെന്നുള്ള മനസ്സിലാക്കാം. തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ, മറ്റുള്ളവർ എങ്ങനെ നമ്മളതിന് നിൽക്കുന്നു. ദെൻ ടീം ബിൽഡിംഗ്, ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കുക. ആൻഡ് കൺഫർമേഷൻ മീറ്റിംഗ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്തെടുക്കുക, എന്നിട്ട് ഒരു തീരുമാനത്തിലെടുക്കുക. ദെൻ ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻസ് മാനേജ് ചെയ്യുക. ദെൻ ലാർജ് ഗ്രൂപ്പ് ഇൻ്റർവെൻഷൻ, ഇത് ചെറിയൊരു ഗ്രൂപ്പാകാം, അത് തന്നെ വലിയൊരു ഗ്രൂപ്പിൽ. ദെൻ ടെക്നിക്കൽ സ്ട്രക്ചർ ഇൻ്റർവെൻഷൻ, അപ്പം ടെക്നോളജിയും നമുക്ക് അതിനകത്തുള്ള സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം വരുത്തി അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ദെൻ സ്ട്രക്ചറൽ ഡിസൈനിങ്, എങ്ങനെ ഓരോ മുറി ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ഈ ഓർഗനൈസേഷൻ വളർത്തണം, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഡൈവേർഷനകത്ത് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, അതാണ് സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞത്. ദെൻ ഡൗൺ സീയിങ്, നമ്മൾ മുകളിൽ താഴോട്ടുള്ള ലെവലിൽ അതെങ്ങനെ നമ്മൾ കൊണ്ടുവരാം എന്ന് കാണുക. ദെൻ റീ എഞ്ചിനീയറിങ്, നമുക്ക് എന്തായാലും വേറെ പല മാറ്റങ്ങൾ അതിനകത്ത് ഒന്ന് റീ എഞ്ചിനീയർ ചെയ്തെടുക്കുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻ്റർവെൻഷൻ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പം ഒരു വ്യക്തിക്ക് തന്നെ പലപ്പോഴും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല വ്യക്തികൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പം ഇവരെ ഇത് മാനേജ് ചെയ്യണം. അതാണ് ഹ്യൂമൻ മാനേജ്മെൻറ്റ് ഇൻ്റർവെൻഷൻ. മനുഷ്യരെ എങ്ങനെ നമ്മൾ ചാനൽസ് ഒരു കന്നുകാലിക്കൂട്ടം പോലെയാണ്, അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് മേയിച്ച് വിടണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ മാനേജ്മെൻറ്റ് ഫസ്റ്റ് വൺ ഈസ് എ ഗോൾ സെറ്റിംഗ്, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഗോൾ സെറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിലും വിജയിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങുമ്പോൾ വിഷൻ ആൻഡ് മിഷൻ, ഈ കമ്പനിയുടെ മിഷൻ ഇന്നാണ്, ഇന്ന രീതിയിൽ എത്തണം, എൻ്റെ വിഷൻ അത് ഇന്ന രീതിയിൽ വരും, ഇന്ന രീതിയിൽ വരും. അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒന്ന് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണം, മിഷൻ ചെയ്യുക, ഇതാണ് ഈ സംഗതി തുടങ്ങിയിരിക്കുന്ന ചാരിറ്റബിൾസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന ക്വാളിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാനായിട്ടാണ്, ഇത് പൈസ ഉണ്ടാക്കാനായിട്ടല്ല. അപ്പം ഇതൊരു ഗോൾ സെറ്റിംഗ് ആണ്. ഈ ഗോൾ സെറ്റിംഗ് ആദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസ് അപ്രൈസ്, ഓരോരുത്തർ ചെയ്യുന്നതിന് നമ്മൾ അപ്രൈസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം, ഓരോ രീതിയിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം, ഗ്രൂപ്പായിട്ട് ഗോൾ സെറ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റി ഫുള്ളായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാം. അപ്പം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആദ്യത്തെ ഗോൾ സെറ്റിംഗ്, ഓരോരുത്തരെയും നമ്മൾ എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഓരോ ആൾക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണോ അതാണ് നമ്മൾ ഗോൾ സെറ്റിംഗ് പറയുന്നത്. നമ്മൾ അതിൻ്റെ അൾട്ടിമേറ്റ്, ഒരു ഇൻഡസ്ട്രിയുടെ അവസാനത്തെ ഭാഗം അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പം അതിനുവേണ്ടി നമ്മൾ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും, അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് റിവാർഡ് സിസ്റ്റം. അപ്പം നമ്മൾ റിവാർഡ് കൊടുക്കുക. അപ്പം ഗോൾ സെറ്റ് ചെയ്തു, പെർഫോമൻസ് അപ്രൈസ്, ഓരോരുത്തരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെർഫോമൻസിനെ അപ്രൈസിൽ ചെയ്യുന്നു. ഇതെങ്ങനെ ചെയ്തു, ഇത് നമ്മൾ എങ്ങനെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടി, ആ റിസൾട്ട് ശരിയാണോ, നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്നു, ദാറ്റ് ഇസ് കോൾഡ് പെർഫോമൻസ് അപ്രൈസൽ. അപ്രൈസ് ചെയ്യുക, വിലയിരുത്തൽ നടക്കുക. ദെൻ റിവാർഡ് സിസ്റ്റം കൊടുക്കുക, എന്നിട്ട് നമുക്ക് അച്ചീവ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് റിവാർഡ് സിസ്റ്റം കൊടുക്കാം. ദെൻ സ്ട്രാറ്റജിക് ഇൻ്റർവെൻഷൻ, ഇടയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് ഇൻ്റഗ്രേറ്റഡ് സ്ട്രാറ്റജിക് ചേഞ്ച്, ഇൻ്റഗ്രേറ്റഡ് മൊത്തം അല്ലെ കൾച്ചറൽ ചേഞ്ച്. അപ്പം ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഇൻ്റർവെൻഷൻ ചെയ്തൊക്കെയാണ് ഗോൾ സെറ്റിംഗ്, ഗോൾ പെർഫോമൻസ് അപ്രൈസൽ, റിവാർഡ് സിസ്റ്റം, സ്ട്രാറ്റജിക് ഇൻ്റർവെൻഷൻ, ഇൻ്റഗ്രേറ്റഡ് സ്ട്രാറ്റജിക് ചേഞ്ച്, കൾച്ചർ ചേഞ്ച്. മെർജ് ആൻഡ് അക്വിസിഷൻ, ഒന്ന് മെർജ് ചെയ്യുക. ഇപ്പോഴത്തെ പല കമ്പനികളും, ചെറിയ കമ്പനികൾ വലിയ കമ്പനികളിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, മെർജ് ചെയ്യുകയാണ്. അത് കമ്പനിയുടെ വളർച്ചയ്ക്കും ചേഞ്ചിനും ആവശ്യമുള്ളതാണ്. അപ്പം ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിൽ നമ്മൾ നോക്കേണ്ടത് ഗോൾ സെറ്റിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, റിവാർഡ് സിസ്റ്റം, സ്ട്രാറ്റജിക് ഇൻ്റർവെൻഷൻ, ഇൻ്റഗ്രേറ്റഡ് സ്ട്രാറ്റജീസ് ചേഞ്ച്, കൾച്ചർ ചേഞ്ച് ആൻഡ് മെർജ് ആൻഡ് അക്വിസിഷൻ. ദെൻ സെൽഫ് ഡിസൈനിങ് ഓർഗനൈസേഷൻസ്, നമ്മൾ തന്നെത്താൻ പിടിച്ച് നിൽക്കുന്ന ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ദെൻ പോസിറ്റീവ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഒരു വാല്യൂഡ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ഇതിൽ നിന്ന് നമുക്ക് നല്ല എന്തെങ്കിലുമായിട്ട് വാല്യൂ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്. ദെൻ ക്ലീൻ സിവിക് വാല്യൂസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ്സ് ദ ഇൻഡിവിജ്വൽ ടുവേഴ്സ് ബെറ്റർ സിറ്റിസൺഷിപ്പ്. അപ്പം നമ്മൾ ഈ പോസിറ്റീവ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവരുടെ വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും, അവർക്ക് എക്സ്പീരിയൻസ് ആണ്. പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്, ഓരോ വ്യക്തികളെയും നമ്മൾ കണ്ട് അവരെ മനസ്സിലാക്കി അവരുടെ ചെയ്യും. ദെൻ സിവിക് വാല്യൂസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ്സ് ഇൻഡിവിജ്വൽ ടുവേഴ്സ് ബെറ്റർ സിറ്റിസൺഷിപ്പ്. അപ്പം ഓരോ പൗരത്വ ബോധമുണ്ട്. ആ പൗരത്വ ബോധം എന്ന് പറയുന്നതാണ് നമ്മൾ സിവിക് വെർച്യൂസ് എന്ന് പറയും. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മൂവ്സ് ദ ഇൻഡിവിജ്വൽ ടുവേഴ്സ് ബെറ്റർ. എന്നിട്ട് ഓരോരുത്തരും വളർന്ന് നല്ല നിലയിലേക്ക് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, സൈക്കോ ക്യാപിറ്റൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മൂലധനം, അതിൻ്റെ വളർച്ച. സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മാനസികമായ അതിൻ്റെ മൂലധനത്തെയാണ് സൈക്കോ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സെൽഫ് എഫിക്കസി വേണം. അപ്പം ഏത് ഇൻഡസ്ട്രിയിലും വരുമ്പോൾ അതിൻ്റെ ഒരു സെൽഫ് എഫിക്കസി, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധം, നമ്മുടെ ചിന്താഗതി. ദെൻ ഹോപ്പ്, ഒരു വിശ്വാസം നമുക്ക് വേണം. അപ്പം സെൽഫ് എഫിക്കസി നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച്, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൾച്ചർ, ഇതിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള അതാണ്. ദെൻ ഹോപ്പ്, വിശ്വാസം വേണം, നമ്മൾ ഇന്ന രീതിയിലാകും അല്ലെങ്കിൽ ഇന്നതായിരിക്കും എന്നുള്ള വിശ്വാസം. ദാറ്റ് ഇസ് കോൾഡ് ഹോപ്പ്. ദെൻ ഓപ്റ്റിമിസം, ഏതിനൊരു ഓപ്റ്റിമിസ്റ്റിക് വ്യൂ, പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങാണ് നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ റെസിലിയൻസ്, ഏത് ദുഃഖ പ്രശ്നങ്ങളിലും, ഏത് മാനസികമായ പ്രശ്നങ്ങളിലും, ഏത് കൊടുങ്കാറ്റിലും നമ്മൾ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ചേരുന്ന തന്നെ റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എഫിക്കസി വേണം, ഹോപ്പ് വേണം, ഓപ്റ്റിമിസം വേണം, റെസിലിയൻസ് വേണം. അപ്പോൾ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ഇത് മൂന്നുമാണ്, നാലുമാണ് അതിൻ്റെ കമ്പോണൻറ്റ്. ദെൻ സോഴ്സ് ഓഫ് എഫിക്കസി, മാസ്. അപ്പം എവിടെ നിന്നാണ് സോഴ്സ് എഫിക്കസിയിൽ കിട്ടുന്നത്? അത് ആദ്യം നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങൾ. സെൽഫ് എഫിക്കസി, അപ്പം ഈ ഹോപ്പ്, ഓപ്റ്റിമിസം, സെൽഫ്. ദെൻ മാസ്റ്ററി എക്സ്പീരിയൻസ്, എങ്ങനെ സോഴ്സ് ഓഫ് എഫിക്കസി ഉണ്ടാക്കാം. മാസ്റ്ററി എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കിടുക. അപ്പോൾ പല അനുഭവങ്ങളുണ്ടാകും, ആ അനുഭവങ്ങളാണ് നമ്മളെ മാസ്റ്റർ ചെയ്യിക്കുന്നത്. വിഗേരിയസ് എക്സ്പീരിയൻസ് ഓഫ് മോഡലിംഗ്, നമ്മൾ ഒരു മോഡൽ അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അല്ല അവരിന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ സെൽഫിനെ കുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ദെൻ സോഷ്യൽ പെർസ്യൂഷൻ, ഒരു കാര്യം ഇട്ടിട്ട് പോകാതെ നമ്മൾ ചെയ്യാം. ദെൻ എമോഷണൽ ക്യൂസ്, അപ്പം എമോഷണൽ വാല്യൂസ്, അപ്പോൾ എമോഷനായിട്ട് നമ്മൾ സ്റ്റേബിളായിരിക്കണം. അപ്പം എഫിക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരെണ്ണത്തിനെ നമ്മൾ പിടിച്ചു നിർത്തി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വരുന്നതാണ് എഫിക്കസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സെൽഫ് എഫിക്കസി, സ്വന്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള തീരുമാനം, ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള നമ്മൾ തീരുമാനം, അതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. ആദ്യത്തെ സെൽഫ് എഫിക്കസി ആണ്. അതിന് ആദ്യത്തെ
മാസ്റ്ററി എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ നമ്മൾ പാഠമാക്കിയിരിക്കണം. അപ്പം നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുക, അതിൻ്റെ ജീവിതത്തിൽ ഒരു മോഡലായിട്ട് നമ്മൾ. ദെൻ സോഷ്യൽ പെർസ്യൂഷൻസ് ആൻഡ് എമോഷണൽ ക്യൂസ്. ദെൻ നീഡ് ഫോർ സെൽഫ്. എന്തിനാണ് നമുക്ക് സെൽഫ് എഫിക്കസി നമ്മൾ ചെയ്യുന്നത്? ഒന്ന്, ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി. ദെൻ ലീഡർഷിപ്പ് ഉണ്ടാക്കാൻ, ഓരോ ടൈപ്പിലുള്ള ലീഡർഷിപ്പ് സെൽഫ് എഫിക്കസി ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ദെൻ ട്രെയിനിങ് ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്. അപ്പോൾ സെൽഫ് എഫിക്കസി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെലക്ഷൻ, ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ട് വേണം, നമ്മൾ ലീഡർഷിപ്പ് വേണം, ട്രാവലിംഗ് ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്, ട്രെയിനിങ് ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്. ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുക, അവരെ പ്രാപ്തരാക്കാനായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ദെൻ പെർഫോമൻസ് അപ്രൈസൽ, ഗോൾ ഇൻസെൻറ്റീവ്. അപ്പം നമ്മൾ അവിടെ നിന്നും പറയാം, നിങ്ങൾ ഇപ്പം നമ്മളൊരു കമ്പനിയുടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവരെ സെലക്ട് ചെയ്തു, ലീഡർഷിപ്പ് കൊടുത്തു, ട്രെയിനിങ് ആൻഡ് വൊക്കേഷണൽ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അത് ഓൺലൈനാകാം, ഓഫ്ലൈനാകാം, ഡയറക്റ്റ് ആകാം, ഇൻഡയറക്റ്റ് ആകാം, ഏത് വേണമെങ്കിലും ട്രെയിനിങ് കൊടുക്കുക. ദെൻ വൊക്കേഷൻ കൗൺസിൽ, ഓരോന്നും ഓരോ ഇത് നിങ്ങൾ എന്ത് ജോലിക്ക് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചല്ല, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ എന്നുള്ളതിനെ. ദെൻ പെർഫോമൻസ് ആൻഡ് അപ്രൈസൽ ആൻഡ് ഗോൾ ഇൻസെൻറ്റീവ്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പെർഫോമൻസ് ചെയ്യുക, അപ്രൈസൽ ചെയ്യുക, ഗോൾ ആൻഡ് ഇൻസെൻറ്റീവ് കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷൻ പെർഫോമൻസ്. അപ്പം ഒരു എഫിക്കസി ഉണ്ടെങ്കിൽ ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ടുള്ളതുണ്ടാകാം, ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനൊക്കെ എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, ഏത് തരത്തിലുള്ള ലീഡർഷിപ്പാണ്. രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അവരെ ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കാൻ. രണ്ട്, ഏത് തരത്തിലുള്ള ലീഡർഷിപ്പാണ് അവരുടെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യുക. ദെൻ ട്രെയിനിങ് ആൻഡ് വൊക്കേഷണൽ കൗൺസിൽ, ഓരോരുത്തരെയും വിളിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, വൊക്കേഷണൽ കൗൺസിലിംഗ് കൊടുക്കാം. ദെൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ഗോൾ ഇൻസെൻറ്റീവ്. അപ്പം ഇത് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ലേണിംഗ് തിയറി പഠിച്ച് അതിൻ്റെ കണ്ടീഷനൊക്കെ പഠിക്കുന്നു. അപ്പോൾ ആ കണ്ടീഷൻ തിയറിയാണ് നമ്മളിവിടെ പെർഫോമൻസ് ആൻഡ് അപ്രൈസൽ, ഗോൾസ് ഇൻസെൻറ്റീവ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് റിവാർഡ് കൊടുക്കുക. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ, ഗോൾ കൊടുക്കുക, ഇൻസെൻറ്റീവ് കൊടുക്കുക. ദെൻ ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷൻ പെർഫോമൻസ്. അപ്പം നീഡ് ഫോർ സെൽഫ് എഫിക്കസി, ഇതിലെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തുകൊണ്ടാണ് സെൽഫ് എഫിക്കസി വേണ്ടത്? സെലക്ഷൻ വേണം, ലീഡർഷിപ്പ് വേണം, ട്രെയിനിങ് ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ് കൊടുക്കാൻ വേണം, പെർഫോമൻസ് അപ്രൈസൽ, ഗോൾസ് സെന്റിമെന്റ്, ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷൻ പെർഫോമൻസ്. ദെൻ ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ വരും നോക്കുകയാണ്. ഹോപ്പ് ആസ് ദ സ്റ്റേറ്റ് ടൈപ്പ് ട്രേറ്റ് ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊരു സ്റ്റേറ്റ് ഇല്ല, ഇതൊരു ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ട്രേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വാലിഡിറ്റി, ഇത് ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് ഇവരുടെ ഹോപ്പ്. ക്വസ്റ്റ്യൻ. ദെൻ റോൾ ഓഫ് ഹോപ്പ് ഇൻ ഗോൾ സെറ്റിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രോസസ്. എന്താണ് ഹോപ്പ്? അത് ഒരു റോൾ സെറ്റ് ചെയ്യാനായിട്ടും എംപവർ ചെയ്യാനായിട്ട് നമ്മൾ ഹോപ്പ്. ദെൻ ഹോപ്പ് ആൻഡ് വർക്ക് പ്ലേസ്. അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. നമ്മളൊരു ഏതോ ഒരു എണ്ണത്തിൻ്റെ പരസ്യം വിശ്വാസമാണ് അതെല്ലാം. അപ്പം നമുക്ക് ഈ ഹോപ്പ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ ഒരു ഹോപ്പ്, അതിൻ്റെ വാലിഡിറ്റി ഓഫ് മെഷർ എങ്ങനെ ചെയ്യാം. ദെൻ ഗോൾ സെറ്റിംഗ് ആൻഡ് എംപവറിങ് പ്രോസസ്. അതൊരു എംപവർ ചെയ്യാനായിട്ടും ഗോൾ സെറ്റ് ചെയ്യാനായിട്ടും ഹോപ്പ് ഇതാണ്. ആൻഡ് വർക്ക് പ്ലേസ്. അപ്പം ഓരോ സ്ഥലങ്ങളിലും ആ ഒരു സംഗതിയാണ് ഒരു ഇൻഡസ്ട്രിയെ നമ്മൾ വളർത്തിക്കുന്നത്. അപ്പോൾ ഇതിനിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്റ്റിമിസം, ഇതൊരു ഒരു വിശ്വാസം. നമ്മൾ എന്തെങ്കിലും ഒരു കമ്പനി ചെയ്യുമ്പോൾ ഏത് കമ്പനിയാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ് ഓപ്റ്റിമിസം, പോസിറ്റീവായിട്ട് വരുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അപ്പം ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും ഈ ഓപ്റ്റിമിസം എന്ന് പറയുന്നത്. ദെൻ വർക്ക് പ്ലേസിൽ ഓപ്റ്റിമിസം ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു. ദെൻ റെസിലിയൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഏതെങ്കിലും പ്രശ്നത്തെ സ്ട്രാറ്റജി, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ എങ്ങനെ നമ്മൾ കാറ്റത്ത് ആടിയുലയാതെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മളൊരു കടലിലേക്ക് പെട്ടുപോകുന്ന സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ ഇളകി കിടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നമ്മളെങ്ങനെ പിടിച്ചിരിക്കും. അപ്പം അതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പം എവിടെയാണോ പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങളെ നമ്മൾ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുമായിട്ട് കോപ്പി ചെയ്ത് ജീവിക്കുക. ദാറ്റ് ഈസ് കോൾഡ് റെസിലിയൻസ്. അപ്പം എങ്ങനെയാണ് സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് ഇത് പോസിറ്റീവ് എമോഷൻസ് നമ്മൾ കൂടുതൽ റെസിലിയൻസ് പോസിറ്റീവ് എമോഷൻസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക.
യൂസിങ് സെൽഫ് എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെ നേരിടാൻ വേണ്ടി സെൽഫായിട്ടുള്ള നമ്മൾ കൊടുക്കും. ദെൻ സ്ട്രാറ്റജി യൂസ് ആട്രിബ്യൂഷൻ, നമ്മൾ വേറെ എന്തെങ്കിലും വന്ന് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് നിൽക്കുക. യൂസിങ് ഹാർഡ്നെസ്, നമ്മൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്ത് ഉണ്ടാകാം. ദെൻ എമോഷണൽ ഇൻ്റലിജൻസ്. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് എമോഷണൽ ഇൻ്റലിജൻസ്. എമോഷണൽ ഇൻ്റലിജൻസ് പറഞ്ഞു കഴിഞ്ഞാൽ EQ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഓരോ സാഹചര്യങ്ങൾ എങ്ങനെ പെരുമാറുന്നു. അപ്പം ഈ ഏത് രീതിയിൽ ഒരാൾ പെരുമാറുന്നു അതാണ് നമ്മൾ എമോഷണൽ ഇൻ്റലിജൻസ് പറയുന്നത്. ഈ എമോഷണൽ ഇൻ്റലിജൻസ് ആദ്യത്തെ സെൽഫ് അവെയർനെസ്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധമാണ് ഉണ്ടാക്കുക. അപ്പോൾ എമോഷണൽ ഇൻ്റലിജൻസ് വേണം ഞാൻ ആര് എങ്ങനെ എവിടെ എന്നുള്ളത്. ഈ എമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊരു ട്രെയിനിങ് പറഞ്ഞ് ഉണ്ടായിരുന്നു. ഒരു മാനേജർ ഒരു കമ്പനിയുടെ GM. അപ്പോൾ GMന് ഒരിക്കലും അത്ര എമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല, വൈകാരികമായ കാര്യങ്ങളെ നേരിടാനായിട്ടുള്ള. അപ്പം നമ്മളെപ്പോഴും പറയും ഒരാളുടെ എമോഷണൽ ഇൻ്റലിജൻസ് വേണമെങ്കിൽ ആ ആളുടെ കഴിവിലുള്ള കഴിവും കഴിവുകേടുകളുള്ള കഴിവും മനസ്സിലാക്കണമെന്ന് പറയും. നോ യുവർ സ്ട്രെങ്ത് ഇൻ യുവർ വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് ഇൻ യുവർ സ്ട്രെങ്ത്. അപ്പം ഈ എമോഷണൽ ഇൻ്റലിജൻസ് സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു, അതിനെ എങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു, എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് നമ്മൾ എമോഷണൽ ഇൻ്റലിജൻസ് പറയുക, വൈകാരികമായ കഴിവുകൾ. അപ്പം ഇതിനാദ്യം സെൽഫ് അവെയർനെസ് വേണം, ഞാൻ എന്ത് ഏത് എങ്ങനെ. ദെൻ സെൽഫ് മാനേജ്മെൻറ്റ്, നമുക്കത് മാനേജ് ചെയ്യാനുള്ള കഴിവ്. ഞാൻ പറഞ്ഞ മാനേജറുടെ എമോഷണൽ ഇൻ്റലിജൻസ് ഭയങ്കര കുറവാണ്, GM ആണ്. എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വൈകാരികമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പല കാര്യത്തിലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് സങ്കടപ്പെരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ആൾക്കാരുടെ ചൂടാകും, ചില സമയത്ത് വളരെ സോഫ്റ്റായിട്ട് പെരുമാറും. അപ്പോൾ ഇതിവിടെയാണ്, ഇതല്ല ഒരു എമോഷണൽ ഇൻ്റലിജൻസ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അയാളുടെ വികാരത്തെ മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. അപ്പോൾ അതിനാദ്യം വേണ്ട സെൽഫ് അവെയർനെസ് ആണ്. ഇപ്പോൾ ഈ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അവെയർനെസ്സോ സെൽഫ് മാനേജ്മെൻറ്റോ ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആ സന്ദർഭം നോക്കാതെ പൊട്ടിക്കരയും പൊട്ടിച്ചിരിക്കും, അത് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു മാനേജറിന് നമ്മൾ ജനറൽ മാനേജറിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ഇൻ്റലിജൻസിന് പ്രശ്നമാകും, എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നമാകും. സെൽഫ് അവെയർനെസ് ഉണ്ടാകും, ഞാൻ ആരാണ് എന്താണെന്നുള്ളത് വേണം. സെൽഫ് മാനേജ്മെൻറ്റ്, നമുക്ക് നമ്മുടെ വികാരത്തെയും നമ്മളെ നിയന്ത്രിക്കാനായിട്ടുള്ള കഴിവ് വേണം. ദെൻ സെൽഫ് മോട്ടിവേഷൻ, നമുക്ക് സെൽഫായിട്ട് നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ. ദെൻ എംപതി വേണം. ദെൻ സോഷ്യൽ സ്കിൽസ്, ഇപ്പോൾ സോഷ്യൽ സ്കിൽസ് മറ്റുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള എല്ലാം വേണം. അപ്പോൾ നമ്മൾ എമോഷണൽ ഇൻ്റലിജൻസ് പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ, എന്താണ് ഇൻഡസ്ട്രി, എന്താണ് ഓർഗനൈസേഷൻ, ഇൻഡസ്ട്രിയും ഓർഗനൈസേഷൻ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അവിടെ സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യകത ഉണ്ട്, സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു, അല്ലെ സൈക്കോളജിസ്റ്റിന് ഏത് രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക, ആ ഇൻഡസ്ട്രി ഓർഗനൈസേഷനകത്ത് ഉള്ള കാര്യങ്ങൾ. അതിനകത്ത് ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കും. എന്താണ് ലീഡർഷിപ്പ്, ഏത് തരത്തിലുള്ള ലീഡർഷിപ്പാണ്, എങ്ങനെയൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പുണ്ട് എന്ന് നമ്മൾ പഠിക്കും. അതിന് ലീഡർഷിപ്പ് തിയറീസ് പഠിക്കും. മോട്ടിവേഷൻ, എന്തൊക്കെയാണ് മോട്ടിവേഷൻ, ഏതൊക്കെ തിയറി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾ റിവാർഡ് കൊടുക്കും, എങ്ങനെ പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കാൻ, എങ്ങനെ അതൊരു ഇൻഡസ്ട്രിയെ നമ്മൾ ചെയ്യും. ദെൻ ലേണിംഗ്, ഏതൊക്കെ തരത്തിലുള്ള ലേണിംഗ് ഉണ്ട്, ഒപ്പേറൽ ലേണിങ്ങുകളുണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനുകൾ, സോഷ്യൽ ലേണിംഗ് ഉണ്ട്. ലേണിംഗ് എന്താണ്, ലേണിംഗ് തിയറീസ് എന്താണ്, ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയിൽ അതിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ വരുന്നു, അപ്പ് ആൻഡ് ഡൗൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലുണ്ട്, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എങ്ങനെ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ അതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നു, അതിനകത്തുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ് അതിനകത്തുള്ള തടസ്സങ്ങൾ, എങ്ങനെ അതിനെ നേരിടാം. പിന്നെ ഓരോ ലാംഗ്വേജും അത് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷനകത്ത് ചെയ്യുന്നു, ആ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇൻഡസ്ട്രി എന്താണ്, ഇൻഡസ്ട്രിയുടെ ഓർഗനൈസേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്താണ്, ലീഡർഷിപ്പ് എന്താണ്, മോട്ടിവേഷൻ എന്താണ്, ലേണിംഗ് എന്താണ്, എന്തൊക്കെയാണ് തരത്തിലുള്ള ലേണിംഗ് ആണുള്ളത്, എന്തൊക്കെ തരത്തിലുള്ള ലേണിംഗ് തിയറീസ് ആണുള്ളത്, എന്തൊക്കെ ലീഡേഴ്സാണ്, ഏത് തരത്തിലുള്ള ലീഡർഷിപ്പാണുള്ളത്, ആ ലീഡർഷിപ്പിനെ എങ്ങനെ കൊണ്ടുവരാം, ഒരെണ്ണത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ്, ആ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെ ഉണ്ടാകാം, പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്, നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലൊരു ഇൻഡസ്ട്രി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം,
എങ്ങനെ ഒരു ഇൻഡസ്ട്രി ചേഞ്ച് ഉണ്ടാക്കണം, ചേഞ്ച് എന്താണ്, ചേഞ്ചിന് വരുന്ന പ്രശ്നങ്ങൾ എന്താണ്, എന്തിന് ചേഞ്ചിൻ്റെ ആവശ്യകത എന്താണ്, ആ ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാം, ഏതൊക്കെ രീതിയിലാണ്, പിന്നെ ട്രെയിനിങ്, ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം, എന്തൊക്കെ ട്രെയിനിങ് ആണ് ഈ ഇൻഡസ്ട്രിയിലുള്ളത്. നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്, ഡയറക്റ്റ് ട്രെയിനിങ് ഉണ്ട്, ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ട്രെയിനിങ് ഏതൊക്കെ രീതിയിലാണ്, ട്രെയിനിങ് എങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം ദെൻ ലീഡർഷിപ്പ് എന്തൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പാണ് നമ്മളുള്ളത്, ഏത് തരത്തിലുള്ള ലീഡർഷിപ്പാണ് ഇതിനകത്ത് ചെയ്യുക. ദെൻ ഓർഗനൈസേഷണൽ കൾച്ചർ എന്താണ്, ഓർഗനൈസേഷൻ അതിനെന്താണ് കൾച്ചർ, എങ്ങനെ ആ കൾച്ചർ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഒരു ഓർഗനൈസേഷനിൽ എന്താണ് കൾച്ചറിൻ്റെ ആവശ്യകത, അതെങ്ങനെ നിൽക്കുന്നു, ഏതൊക്കെ രീതിയിൽ കൾച്ചറിൻ്റെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം കൾച്ചർ എന്താണ്, കൾച്ചറിൻ്റെ ആവശ്യകത എന്താണ്, കൾച്ചർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, കൾച്ചർ എങ്ങനെ ചെയ്യാം, അതിനകത്ത് ലീഡർഷിപ്പിന് എന്തൊക്കെയുണ്ട്, കൾച്ചർ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം എന്നുള്ളത്. ദെൻ എമോഷൻസ് എന്താണ്, എമോഷണൽ ഇൻ്റലിജൻസ് എന്താണ്, അത് എങ്ങനെ, സെൽഫ് എഫിക്കൻസി എന്താണ്, ഹോപ്പ് എന്താണ്, ഇത് നമ്മുടെ എമോഷണൽ ഇൻ്റലിജൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 8 ക്ലാസ്സുകളായിട്ട് പഠിച്ചത്. അപ്പം ഓർഗനൈസേഷൻ ആൻഡ് എമോഷണൽ ഓർഗനൈസേഷൻ ഇൻഡസ്ട്രി ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചർ 146 ആണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ 8 ക്ലാസ്സുകളായിട്ട് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇൻഡസ്ട്രി, എന്താണ് ഓർഗനൈസേഷൻ. അപ്പം 1 ബൈ ഹെഡിങ് ആയിട്ട് വരും. ഓർഗനൈസേഷൻ എന്താണ്, ഇൻഡസ്ട്രി എന്താണ്, വ്യാവസായികം എന്താണ്, അത് സൈക്കോളജിസ്റ്റിൻ്റെ ഭാഗം എന്താണ്, അതിൻ്റെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് എന്താണ്, ലീഡർഷിപ്പ് എന്താണ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്താണ്, ഡെവലപ്മെൻറ്റ് എന്താണ്, ചേഞ്ച് എന്താണ്, എമോഷണൽ ഇൻ്റലിജൻസ് എന്താണ്, കൾച്ചർ എന്താണ്, ഓർഗനൈസേഷൻ ചേഞ്ചസ് എന്താണ്, തിയറീസ് ഓഫ് ഓർഗനൈസേഷൻ എന്തൊക്കെ, ലീഡർഷിപ്പിൻ്റെ തിയറീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 8 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. അപ്പം ഇത് നമ്മൾ പരീക്ഷയ്ക്ക് സാധാരണ വരുന്ന ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്, എന്തൊക്കെയാണ് അസൈൻമെൻറ്റിനകത്ത് നമുക്ക് ഏതൊക്കെ ഉൾക്കൊള്ളിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇതെല്ലാം നിങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച ഇന്നത്തെ കാര്യങ്ങൾ ഇതിനകത്ത് ഒന്നുകൂടെ ഞാൻ പറയേണ്ടത്, ഈ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സൈക്യാപ്പ് എന്നാണ് പറയുന്നത്. അത് ഇൻഡസ്ട്രിയിലുള്ളതാണ് സൈക്യാപ്പ്. എങ്ങനെ ഇൻഡസ്ട്രിയുടെ വളർന്നു വരുമ്പോൾ ഏതൊക്കെയുള്ള അതിനകത്ത് സെൽഫ് എഫിക്കസി, ഹോപ്പ്, ഓപ്റ്റിമിസം ആൻഡ് റെസിലിയൻസ്. സെൽഫ് എഫിക്കസി നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഹോപ്പ് എന്ന് പറയുന്നത് നമ്മളെ വിശ്വാസം കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ പ്രതീക്ഷ കാര്യങ്ങളാണ് നമ്മൾ ഹോപ്പ് എന്ന് പറഞ്ഞാൽ. ഓപ്റ്റിമിസം പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു, അതുമായിട്ട് എങ്ങനെ ചേരുന്നു, റെസിലിയൻസ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ ചോദിക്കാം. സൈക്യാപ്പ് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. സെൽഫ് എഫിക്കസി ചോദിക്കാം, ഹോപ്പായിട്ട് ഓപ്റ്റിമിസം ആയിരിക്കും. റെസിലിയൻസ് സാധാരണഗതി ചോദിക്കാണ്ട് എന്താണ് റെസിലിയൻസ്, അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, ഏതൊക്കെ മെത്തേഡാണുള്ള റെസിലിയൻസിനെ ഓവർകം ചെയ്യാൻ, ഏതൊക്കെ തരത്തിലുള്ള റെസിലിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സോഴ്സസ്, മാസ്റ്ററി, എക്സ്പീരിയൻസ്, എഫിക്കസി ചെയ്ത്, ദെൻ സെൽഫ് എഫിക്കസി എന്താണ്, ഈ ട്രെയിനിങ് ഇറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഞാൻ പറയുമ്പോൾ ട്രെയിനിങ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് ഉണ്ട്, ഏതൊക്കെ തരത്തിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്തുള്ള സെലക്ഷൻസ് നടക്കുന്നത് എന്നുള്ളത്. ദെൻ ലേണിങ്ങിനകത്ത് തിയറീസ് നമ്മൾ പഠിച്ച തിയറികൾ, ഒപ്പറൻറ്റ് കണ്ടീഷനിങ്, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഗസ്റ്റാൾ തിയറി, ദെൻ സോഷ്യൽ ലേണിംഗ്. ഈ തിയറി നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുള്ള കാര്യങ്ങളാണ്. അത് സെപ്പറേറ്റ് അത് പഠിക്കണം. Then group organization, the hope, the optimism, then resilience, then emotional intelligence. എന്താണ് എമോഷണൽ ഇൻ്റലിജൻസ്, അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ്, സെൽഫ് അവയർനെസ്, സെൽഫ് മാനേജ്മെൻറ്റ്, സെൽഫ് മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്, സോഷ്യൽ സ്കിൽസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സോ ഇതോടുകൂടി ഈ 146 തീയതിയാണ് 8 ക്ലാസ്സുകളായിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഉണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും
ശുഭ ആശംസകൾ.